4 വർഷമായ കുമിളി ഏലമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇത് 4ാമത്തെ കൊല്ലമാണ് ഇത് കായ്ച്ചിട്ട്. അത്യാവശ്യം ഒരുമാതിരി നല്ല കായ ഉണ്ട് ഗൈസ്, കണ്ടോ? നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. അത്യാവശ്യം ഒരുമാതിരി നല്ല കായ ഇപ്പോഴും ഉണ്ട് ഇത്തേൽ. ഇപ്പോൾ പല തോട്ടത്തിലും തന്നെ കാ കുറവാണ്. നിങ്ങൾക്ക് ഏലകൃഷി ഉള്ളവർക്കറിയാം, കാ പിടിക്കലും എല്ലാം കുറവാണ്. ഇത് അത്യാവശ്യം നല്ല ശരം ഉണ്ട് താനും, അത്യാവശ്യം കായ ഉണ്ട് താനും. 4ാമത്തെ കൊല്ലമാണ് ഗൈസ് ഇതിപ്പം ആയിട്ട്. ഇതിപ്പോൾ ഇന്ന് കുമ്മായി ഇട്ടുള്ളൂ ഗൈസ്, കണ്ടോ? കുമ്മായത്തിൻ്റെ പൊടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് കുമ്മായി ഇട്ടേ ഉള്ളൂ. നമ്മൾ മരുന്നടിയൊക്കെ കഴിഞ്ഞാണ്, ഇന്ന് കുമ്മായൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു 1.5-2 മാസം കഴിഞ്ഞത്തേനും പറിക്കാറാവും. അത്യാവശ്യം നല്ലപോലെ തന്നെ കായ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴും നല്ല പൂവും ഉണ്ട്, അത്യാവശ്യം കായും ഉണ്ട്, കണ്ടോ? അത്യാവശ്യം നല്ലപോലെ തന്നെ പൂവുണ്ട്, കായും ഉണ്ട്. 4 കൊല്ലമായിട്ടും വലിയ രീതിയിലുള്ള കുഴപ്പമില്ല. കായൊക്കെ ആണെങ്കിൽ തന്നെ കണ്ടോ, ഒരുമാതിരി നല്ല ബോൾട്ട് കായാണ് ഗൈസ്, കണ്ടോ? കായ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ നിനക്ക് ഏലകൃഷിയായിട്ട് തന്നെയാണ് വീഡിയോ ഒന്നും കാണാത്തതെന്ന്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയൊക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ 4 കൊല്ലമായ നമ്മുടെ കുമിളി ഏലം. കുറേ പേര് കണിപ്പറമ്പെന്ന് പറയും, ചിലയിടത്ത് കുമിളി. ഇത് രണ്ടും ഒരേന തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സൈഡിലുള്ള പോലെ തന്നെ അപ്പുറ സൈഡിലും ഉണ്ട്, അത്യാവശ്യം കായുണ്ട്. ഇത് 2 വെച്ച് കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ കൊല്ലമൊക്കെ ആയതിന് ഇത്ര നല്ല കായായിരുന്നു ഗൈസ്. നല്ല കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചര എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്ക് കായ ഉണ്ടാകുമായിരുന്നു. അതുപോലെ കൊല കുത്തി ഉണ്ടാകുമെന്ന് പറയത്തില്ലേ, അതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഏലമായിരുന്നു ഗൈസ്. ഇപ്പം 4 കൊല്ലമായിട്ടും വലിയ കുഴപ്പമില്ല. അത് ഈ കായില്ലാത്ത സമയത്ത് നമ്മൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇത് കൂട്ടൊരു 10-500 ചെടിയെടുത്തുണ്ട് ഗൈസ് നമുക്ക്. പിന്നെ ബാക്കിയുള്ള ഞള്ളാനിയും കുമ്പളിയാണ് നമുക്കുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. പിന്നെ കുറേ പേര് ചോദിച്ചു എന്നടാ വീഡിയോ ഒന്നും ഇടാത്ത, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ്.